റോഡ് കരിങ്കല്ലൊക്കെ വെറുതെ 2 ഇഞ്ചിൻ്റെ മെറ്റൽ കൊണ്ടിട്ടേക്കിന്. ഇതങ്ങനെ ഉപയോഗിക്കുന്ന റോഡൊന്നുമല്ല. അപ്പം നമ്മളിങ്ങനെ വണ്ടി സൈക്കിൾ പ്രദേശമാവും തള്ളി കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഈ റോട്ടിൽ കൂടി. ഇതുപോലത്തെ ദുർഘടം പിടിച്ച പാതയിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെ അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ. ഇവിടെ പിച്ച് കുറച്ച് ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. എന്നാൽ ഇവിടെ ആർക്കും സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. HMTയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും. ഇത് ഒരു PK പൗലോസിൻ്റെ സ്ഥലമാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. കാട് പിടിച്ച് അത് നോക്കാനൊന്നുമില്ല, നോക്കാനെന്നുള്ളതല്ലേ, സ്ഥലം അടിച്ചാണ് വയ്ക്കുന്നു അത്രയാണ്. പിന്നീട് എപ്പോഴെങ്കിലും വല്ല റിസോർട്ടോ എന്തെങ്കിലുമൊക്കെ ആവും. കാരണം ഈ പോരിൻ്റെ സൈഡിലായതുകൊണ്ട്. പക്ഷെ ഇങ്ങോട്ട് വഴിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഇതൊന്ന് തള്ളി കയറട്ടെ. ശരി. ഇവിടെ ഒരു കോഴി ഫാമൊക്കെ ഉണ്ട് ഇടതുവശത്ത്. കോഴി നമ്മൾ ഇവിടെ നിന്ന് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ടെന്ന് അറിയില്ല ഈ വഴി. അവിടത്തേക്ക് എന്തൊരു വഴി അങ്ങോട്ട് പറഞ്ഞിട്ട്. ഈ റോഡ് വലിയ കുഴപ്പമില്ല, കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അത് നമുക്ക് നോക്കാം. ഇടതുവശത്ത് കോഴി ഫാമാണ്. കോഴി ഫാമായിട്ട് പാമ്പുകളും കാണാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത്. ചിലപ്പോൾ മുകളിലോട്ട് നോക്കി ചിലപ്പോൾ വല്ലയിടത്തും പിന്നെ പെരുമ്പാമ്പൊന്നും കിടപ്പുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പോണ വഴിക്ക് ചിലപ്പോൾ അതിലോട്ട് വരാൻ മതി. റോഡ് നല്ലതായിട്ട് കുറച്ച് ദൂരം പോവാം, മോശമായ തിരിച്ച് പ്രദേശമാണ്. എന്നിട്ട് താഴേക്കൊരു ഇറക്കമാണ്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ള ആളുകളാണ് കംപ്ലീറ്റ്. പണ്ടെങ്ങാണ്ടും മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അത് നമുക്ക് പോവാം. ആടിയാലിപ്പോര് അതിൻ്റെ സൈഡിൽ കൂടി കണ്ടോ പോണേ. കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഇതൊക്കെ ആൾത്താമസമുണ്ട്. ശക്തമായൊരു ഏരിയ ഉണ്ട്. ഈ അണ്ണാനൊക്കെ പോകുന്നുണ്ട്. കുറേ വർഷങ്ങളായി അണ്ണാൻ്റെ കണ്ടിട്ട്. ഈ ഇടതുവശത്ത് ചടി പോകണ്ടേ. ഇത്രയും നാളെ നിലമ്പൂർ അണ്ണാനെ കണ്ടിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഇവിടെയൊക്കെ ആൾത്താമസം വീടും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു വഴി കിടക്കല്ലേ. ആരും പോകാത്ത വഴി കൂടി വേണമല്ലോ പോകാൻ. നമ്മളെപ്പോഴും എല്ലാവരും പോകുന്ന വഴി കൂടി പോയാൽ ഒരു കാര്യമില്ലല്ലോ. ഞാനൊരു പാണിയിൽ കാണിച്ചു, മറ്റേ ആൾ വേറൊരു കാണിച്ചു, അങ്ങനെ കാര്യമില്ല. അപ്പം ഞങ്ങൾ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ട്. നമ്മൾ കാണാത്ത പ്രദേശങ്ങൾ, അതായത് മറ്റെല്ലാം ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിക്കുക. പോണോടൊക്കെ പോട്ടെ. അപ്പം നമ്മളെന്താ പറയുക അല്ലേ, പോണോടൊക്കെ പോട്ടെ. അപ്പം അങ്ങോട്ട് ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അവിടെ എന്തോ ഉണ്ടെന്നാണ്. അവിടെ അല്ല ശരിക്കും, ആരും വഴി തെറ്റിച്ച രീതിയിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു മണിയെടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നല്ല കയറ്റം. ഗിയർ മാറ്റി ഗിയറൊക്കെ മാറി കിടക്കാൻ നല്ല കയറ്റം. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാം. എങ്ങനെയായാലും എപ്പോഴെങ്കിലുമൊക്കെ പുറത്തിറങ്ങണം, അത്രേ ഉള്ളൂ. അതിനൊക്കെ എഴുതണം. ഇത് പഴയ തറവാട്. ഇവിടെയുള്ള ആളുകൾ രാത്രി എങ്ങനെ ഇരിക്കുമല്ലേ, പ്രത്യേക രസമായിരിക്കും അവർക്ക്. അതിൻ്റെ അകത്തൊക്കെ ഒരു വീടുണ്ട്, അതിനകത്തോട്ടൊക്കെ ഒരു വഴിയുണ്ട്.
അല്ലേ? അങ്ങോട്ടൊരു വഴിയുണ്ട്, നമ്മൾ പോണത് ഇങ്ങോട്ടാണ്. അവിടെ വരെ പോകാൻ പറ്റുന്നൊന്നും അറിയില്ല, എങ്ങോട്ടാ പോകണമെന്നും അറിയില്ല. ഏതായാലും നമ്മളങ്ങനെ പോകുന്നു. വേറെ വണ്ടി തിരക്കോ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ പോകാം. അവിടെ കോൺക്രീറ്റ് വലിയ കുഴപ്പമില്ല, അതൊക്കെ പൊട്ടിപ്പൊണി നടക്കാം. മെയിൻ റോഡിലെത്തിയ ഏതാ റോഡ്? മെയിൻ റോഡിലെത്തിയിട്ട് ഓഹോ, ഇതിലാണ് പോകേണ്ടത്. വഴി തെറ്റിപ്പോയി നമ്മളല്ലേ. പക്ഷെ അവിടെ തീർന്നു. നമുക്കായാലും കുറച്ച് ദൂരം പോവാം. നേരെ ആണെങ്കിൽ അങ്ങോട്ട് ക്രോസാണ്, അവിടെ വട്ടം വെച്ചിട്ട്. കാരണം ഇതിൽ നമുക്ക് കുറച്ച് ദൂരം പോവാം. ഫോറസ്റ്റ് ഏരിയയാണ്, കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അതിലേ വന്നിട്ട് ഇതിലേ കയറി തന്നെ. ആ ഭാഗത്തൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല, അതാ തമാശ. ഒരു കാറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ മെയിൻ റോഡിൽ കൂടി ഇങ്ങോട്ട് പോയെന്നറിയില്ല. അതായത് നമുക്കിതിലെ കുറച്ച് ദൂരം പോയിട്ട് വരാം. ഇവിടെ കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഉണ്ട്. അല്ലേ, ഫോറസ്റ്റാണ്. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റോഡ് എത്ര നല്ലതല്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ. അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായില്ല. പറയും ഓ, എന്തിനാണ് ഹോണടിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഹോണടിക്കണം സമ്മതിക്കണമല്ലേ? അവർ ശ്രദ്ധിച്ച് ബ്രേക്ക് കൂട്ടി പോയാൽ മതി. അത് ചെയ്യില്ല, ഹോണടിക്കും. ഇതിന് വളമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ശ്രദ്ധിക്കുക, പതിയെ പോവുക. ഇത്ര നിശബ്ദമായ ഏരിയയിലൊക്കെ നമ്മൾ ഈ സാധനത്തിൻ്റെ കേട്ട് ചെവിക്ക് പിരാന്ന് പിടിച്ചിട്ട് നമ്മൾ തന്നെ. വാഹനങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും ഞാൻ കൂടെ പ്രവേശനം ഉണ്ടാകാൻ സാധ്യതയില്ല. 4 മണിയായില്ലേ, 4 മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, പക്ഷെ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞില്ല. അത് ആ കോഴി ഫാമിൻ്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ മതി. പുള്ളി അത് പറയണില്ല. നാട്ടുകാർക്ക് പൊതുവെ വഴി പറഞ്ഞാൽ അറിയാം. നമ്മൾ 4 മണി വരെ ഉള്ളൂന്ന് പുള്ളി പറഞ്ഞിട്ടാവും, ഉണ്ടായിരിക്കും. ഞങ്ങൾ പ്രവേശിക്കാൻ പറ്റില്ല, കാരണം കാര്യമില്ല. അവിടം വരെ പോകാതിരിക്കുക, നമുക്കുള്ളൂ. വാഹനങ്ങൾ ഇവിടം വരെ പോകുന്നുണ്ട്, സാധനങ്ങൾ പോകണ്ടല്ലോ. അത് നമുക്ക് അങ്ങോട്ട് പോകാം. പുള്ളി അവിടെ ഇപ്പോൾ ഉണ്ട്. പുള്ളിയാന്ന് പറഞ്ഞാൽ മതി, ആ വഴി അങ്ങോട്ട് ജസ്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അത് പറഞ്ഞില്ല. നാല് മണിയായി, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റി പോയിട്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികൾ ഇഷ്ടംപോലെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഇവിടെയൊക്കെ ഫോറസ്റ്റ് തന്നെയാണ്. വെള്ളം കയറി കിടക്കുന്ന സ്ഥലം, ചെറിയൊരു കാടും വനമൊക്കെ ആയിട്ട്. നമുക്ക് അതിൻ്റെ അതുകൂടി പോവാം. അതിൻ്റെ ഒച്ചയൊക്കെ കണ്ടല്ലോ, ശരിയായ അപ്പോൾ പാനിയേലി പോരും. നിശബ്ദമായി പോകാല്ലേ.
ശാന്തമായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. അതാണ് ആഘോഷിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് അത് നമുക്ക് ഇവിടെ അങ്ങോട്ട് തിരിക്കാം. റെഡിയായി 4 മണി വരെ കയറ്റുള്ളൂ. അവിടെ ഒരു ജീപ്പ് ഉണ്ട്, ഓഫ് റോഡ് പോയിട്ട് വന്നായിരിക്കും. അപ്പോൾ ഇതാണ്ടാ പാണിവേലി ഇപ്പോൾ ഒരു 4 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തർക്കമാണ് അവിടെ നടക്കുന്നത്. ഇത് KL2 ആണ്. ഇവിടെ തർക്കമുണ്ടോ? 4-5-നെത്തി ഒരു ബസ്സിന് വന്ന ടീമാണ്. അപ്പോൾ അവർക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഇപ്പം 4 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു അവർ. ഇപ്പം 4 മണിക്ക് മുമ്പേ വരണം. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് അവർ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ കയറ്റില്ല അവർ. അപ്പോൾ തർക്കത്തിലാണ്. അവർ തർക്കിക്കട്ടെ, രക്ഷയില്ല. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് കയറ്റാൻ പറ്റില്ല. സ്വാഭാവികമാണ്. ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, അവർ കയറ്റില്ല. അവരിങ്ങോട്ട് വന്നാണ്, അവരെ പറഞ്ഞിട്ട് കാര്യം അവർ നിരാശരായി. കയറാൻ വന്നവർ നിരാശരായി. അതാണ് സംഭവം. അവരത്ര തർക്കിക്കാൻ കാരണമാണ്. ഞാൻ എടപ്പള്ളി ഞായറാഴ്ച മാത്രം അങ്ങനെ മൂന്നാറില്ല ഭാഗത്തെ 6 ഇങ്ങനെ ഇടുക്കി പോകാൻ കറങ്ങാറില്ല. ആ ബസ്സിനല്ലേ? അതാണ് 4 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞത്. അല്ലെ ഫോറസ്റ്റ് ആയതുകൊണ്ട് അവർ മിക്കവാറും കയറ്റില്ല. കാരണം 4:45 വരെ സമയമുണ്ട്. 4:45 അവർ അവിടെ നിന്ന് വീടുള്ള ആൾക്കാർ. 4 മണിക്ക് ശേഷം ടിക്കറ്റ് കൊടുക്കില്ല. അത് ശരി. 3 മണിക്കൂർ വേണ്ടല്ലേ? ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാനുള്ളൂ. എവിടെ നിന്ന് തന്നെ? ചാലക്കുടി. അപ്പം എത്ര ദൂരം നിന്നാണ്? ഒരു അങ്ങനെ സമ്മതിക്കില്ല. 5 മണി വരെ വെക്കേണ്ടതാണല്ലോ ഇവര്. 5 മണി വരെ വെക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 5-10-5 വരെ അവർക്ക് അവിടെ നിന്ന് വരുന്ന സമയമാണ് അവരുടെ അവിടുത്തെ സമയമാണ്. ഉൾപ്പെടെ ഒരു വേറെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ
അവർ തർക്കം തീരില്ല. കാരണം പറഞ്ഞിട്ട് തന്നെ 4 മണിക്ക് വന്നാണ് അവർ. പക്ഷെ അവരെ കയറ്റി വിട്ടില്ല. ചാലക്കുടിയിൽ നിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞത്. 5 മിനിറ്റ് താമസത്തിന് കയറ്റി വിടാതിരിക്കുന്നത് മോശമാണ്. കാരണം അവർ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും പൈസ ഗവൺമെൻറ്റിലേക്ക് കിട്ടല്ലേ ശമ്പളത്തിന്. ടിക്കറ്റ് എടുക്കാതെ അല്ല കയറുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ ശരിയായ രീതിയല്ല. 3 മണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞ് വിടുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് പോകുന്നു വരുന്നു, ഒരു സന്തോഷം. സന്തോഷിക്കാൻ വരുന്ന ആളുകൾക്ക് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വയലൻ്റാവും. അപ്പോൾ ഇതാണ് കാടാണ് കേട്ടോ. എന്താ പറയുക, ഫോറസ്റ്റാണ്, ഈ ഫോറസ്റ്റ്. നമുക്ക് കുറച്ച് നേരം കാട്ടിക്കൂടി ഒന്ന് പോകാമല്ലേ. കാട്ടിക്കൂടി സൈക്കിൾ ഓട്ടിങ്ങനെ പോയാൽ